തിരുവനന്തപുരത്ത് പാളയത്ത് നിന്നും കനകക്കുന്നിലേക്കാണ് ഘോഷയാത്ര. നമുക്കിനി അതിന്റെ തത്സമയ ദൃശ്യത്തിലേക്ക് കൂടി പോകാം. കേരളത്തിന്റെ ജനാധിപത്യ മഹോത്സവത്തിന്റെ വിളംബര ഘോഷയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. തിരുവനന്തപുരത്താണ്, തലസ്ഥാനത്താണ് വിളംബര ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. പാളയത്ത് നിന്നും കനകക്കുന്നിലേക്കാണ് ഈ ഒരു ഘോഷയാത്ര. വിവിധ കലാരൂപങ്ങൾ അടക്കം ആണ് ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമാകുന്നത്. കേരള തനിമ വിളിച്ചോതുന്ന, നമ്മുടെ സംസ്കാരവും പൈതൃകവും ഒക്കെ വിളിച്ചോതുന്ന, വൈവിധ്യമെല്ലാം വിളിച്ചോതുന്ന തരത്തിലുള്ള കാഴ്ചയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിളംബര ഘോഷയാത്രയ്ക്ക് ഉള്ളത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുവാനായുള്ളത്. തെരഞ്ഞെടുപ്പിന് സുസജ്ജമാണ് നമ്മുടെ സംസ്ഥാനം. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാർ എല്ലാം പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഈ ഒരു തെരഞ്ഞെടുപ്പിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. എത്രയും അധികം ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം അത്തരം പ്രവർത്തനങ്ങളിലുമൊക്കെയാണ് ഇത്രയും ദിവസം ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനെല്ലാം ഒടുവിൽ ഒരു മാസത്തെ ആവേശകരമായ പ്രചാരണത്തിനൊക്കെ ഒടുവിലാണ് നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അതിൻ്റെ മുന്നോടി എന്ന വണ്ണമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിളംബര ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പാളയത്ത് നിന്നും കനകക്കുന്നിലേക്കാണ് ഈ ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഷിഖ് വിവരങ്ങളുമായി ചേരുകയാണ്. ആഷിഖ്, എന്തായാലും ജനാധിപത്യ മഹോത്സവമാണ്, അപ്പോൾ അതിൻ്റെ വിളംബരമാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തെല്ലാം കാഴ്ചകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉള്ളത്? സ്വാതി, ജനാധിപത്യത്തിൻ്റെ ഉത്സവം നാളെ നടക്കാനിരിക്കെ വലിയൊരു വിളംബര ഘോഷയാത്ര തന്നെ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിൽ നടത്തുകയാണ്. പാളയത്ത് നിന്നും കനകക്കുന്നിലേക്കാണ് ഈ ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനം എല്ലാവരെയും വോട്ട് ചെയ്യാൻ പ്രാപ്തരാക്കുക എന്ന് തന്നെയാണ് ഈ ഒരു ഘോഷയാത്രയുടെ ഒരു ഉദ്ദേശമായി പറയുന്നത്. കേരളത്തിൻ്റെ കലാപാരമ്പര്യം ഉൾപ്പെടുന്ന എല്ലാ ഫ്ലോട്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു റാലി തന്നെയാണ്. എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു റാലി ഏകദേശം ഒരുപാട് പിറകിലേക്ക് നിരവധി കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു റാലി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളം നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ് നാളെ പോകുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു വിവിധ ഫ്ലോട്ടുകളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള രത്തൻ യു ഖേൽക്കർ അദ്ദേഹമാണ് ഇതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ഒരു റാലിയെ നയിക്കുന്നത്. ശേഷം PB നൂഹ് IAS അടക്കമുള്ള നിരവധി ഉദ്യോഗസ്ഥർ എന്തായാലും ഇതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ നിരവധി കലാരൂപങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആളുകളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഓരോ വോട്ടിനും അതിൻ്റെതായ വിലയുണ്ട്. എൻ്റെ ഒരു വോട്ട് കൊണ്ട് എന്ത് സംഭവിക്കാൻ എന്ന് കരുതി ആരും വോട്ട് ചെയ്യാതിരിക്കരുത്, എല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വിളംബര ഘോഷയാത്രയിലൂടെ ഈ മുന്നോട്ട് വെക്കുന്നത്. അല്പം മുമ്പ് സംസാരിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ഇത് തന്നെയാണ് നമ്മളോട് പങ്കുവെച്ചത്. എല്ലാവരും വോട്ട് ചെയ്യണം. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു റാലി ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ പാളയത്താണ്. പാളയത്ത് നിന്ന് പിന്നിട്ട് LMS പള്ളിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്ന ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിളംബര ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്.